ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റെയിൽവേ എക്സാംസിൽ റീസണിങ് സെഷൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെയിൽവേ എക്സാംസിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റീസണിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈസി ആണെന്ന് വെച്ച് ആരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ ഒന്നും വർക്കൗട്ട് ചെയ്യാതെ എക്സാമിന് പോകാൻ നിൽക്കരുത്. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പം നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേണുമായിട്ട് നമ്മൾ ഫെമിലിയറൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിന് പോയിരിക്കുമ്പോൾ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈം കാണുന്ന പോലെ തോന്നത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ് ആകാതെ നമുക്ക് അവിടെ കുറേ ടൈം പോകാതെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. റീസണിങ് ഈസി ആണെന്ന് വിചാരിച്ച് മോക്കൊന്നും ചെയ്യാതെ ഇരിക്കരുത്. അപ്പോൾ നമുക്ക് റെയിൽവേ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് റീസണിങ് ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റെയിൽവേ എക്സാംസിൽ എന്തായാലും നിങ്ങൾക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 7 friends E, F, G, H, I, J and Q are sitting in a row facing north. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന പോലെ വരയ്ക്കാം. അപ്പോൾ 7 ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 7 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 2 3 4 5 6 7 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുമ്പോൾ ഓർക്കുക, ഇതായിരിക്കും റൈറ്റ് ആൻഡ് ഇതായിരിക്കും ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി പറഞ്ഞിട്ടുണ്ട് only 3 people sit to the left of Q. ക്യൂവിൻ്റെ ലെഫ്റ്റിൽ 3 പീപ്പിളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യൂ ഇവിടെ ആണെങ്കിൽ ക്യൂവിൻ്റെ ലെഫ്റ്റിൽ 3 പീപ്പിളാണ് വരുന്നത്, 3 പേരേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് only H sits to the right of E. ഇയുടെ റൈറ്റിൽ H മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എഴുതി. only 3 people sit between E and J. E and Jയുടെ ഇടയ്ക്ക് 3 people മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എഴുതി. I sits at some place to the left of F. എഫിൻ്റെ ലെഫ്റ്റിലാണ്, ബട്ട് അറ്റ് സം പ്ലേസ് ടു ദ റൈറ്റ് ഓഫ് G. I എന്ന് പറയുന്നത് എഫിൻ്റെ ലെഫ്റ്റിലാണ്, അതേപോലെ തന്നെ ജിയുടെ റൈറ്റിലാണ്. അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ G ആൻഡ് F. G ആൻഡ് എഫിൻ്റെ ഇടയ്ക്ക് എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ G ഇവിടെ, F ഇവിടെ. അപ്പോൾ 1 2 3. അപ്പോൾ 3 പേരാണ് G ആൻഡ് എഫിൻ്റെ ഇടയ്ക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി 3 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the following triad, each group of letters is related to the subsequent one following a certain logic. Select from the given options the one which follows the same logic. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു റിലേഷൻ ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആ സെയിം റിലേഷൻ ഫോളോ ചെയ്താണ് ഇതും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതേ റിലേഷൻ ഫോളോ ചെയ്ത് ഈ ഓപ്ഷനിൽ നിന്നും നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് INKS എഴുതാം. എന്നിട്ട് ഇതിന് നമുക്ക് ജസ്റ്റ് ഇതിനൊരു പ്ലേസ് വാല്യൂസ് കൊടുക്കാം. അപ്പോൾ Iക്ക് 1 N 2 3 4. അപ്പോൾ ഇതാണ് ഈ ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് KINS. അപ്പോൾ ഇതേ പ്ലേസ് വാല്യൂസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇത് എഴുതാം. കെയ്ക്ക് നമ്മളിവിടെ കൊടുത്ത എന്തായിരുന്നു? 3 ആയിരുന്നു. അതേപോലെ തന്നെ ഐക്ക് എന്താണ് കൊടുത്തത്? 1. എന്നിന് 2 ആയിരുന്നു. എസ്സിന് വരുന്നത് 4 ആയിരുന്നു. അപ്പോൾ അതേപോലെ നമുക്ക് SKNI നോക്കാമല്ലോ. അപ്പോൾ എസ്സിന് വരുന്നത് 4, കെയ്ക്ക് വരുന്നത് 3 ആൻഡ് എന്നിന് വന്നത് 2, ഐക്ക് 1. ഇനി നമുക്ക് അടുത്തതും ഈ സെയിം റിലേഷൻ ആണോ എന്ന് നോക്കാം. READ. അപ്പോൾ അതിന് 1 2 3 4 എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ 3 1 2 4 എന്നുള്ള ഓർഡറിലാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് അങ്ങ് എഴുതി വെക്കാം. A R
ഇ ഡി കറക്റ്റ് ആണല്ലോ. അതേപോലെ ഇനി 4 3 2 1 അപ്പോൾ ഡി എ ഇ ആർ അത് തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് പാറ്റേൺ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ അത് നോക്കാം. 1 2 3 4. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് വരുന്നത് 3 1 2 4 ആണ്. അപ്പോൾ അത് തന്നെയാണോ നോക്കാം. എമ്മിൻ്റെ വാല്യൂ 3, എച്ചിൻ്റെ വാല്യൂ 1, ഒയുടെ വാല്യൂ 2 ആൻഡ് ഇയുടെ വാല്യൂ 4. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി ഇത് അടുത്ത നോക്കാം. 4 3 2 1. അപ്പോൾ ഓപ്ഷൻ എ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും ചെയ്ത് ടൈം കളയാൻ പോകരുത്. ഓപ്ഷൻ കിട്ടുക, ടിക്ക് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇനി ഈ ക്വസ്റ്റ്യനും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഉള്ളതാണ്. കാരണം ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നോ അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ അത് കണ്ടുപിടിച്ചിട്ട് ഈ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. അതാണ് ഈ ക്വസ്റ്റ്യനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഓപ്ഷനിൽ നിന്ന് നമ്മളിവിടെ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ZKY ആൻഡ് VEC നോക്കാം. അപ്പോൾ വിയിൽ നിന്ന് Z വരണമെങ്കിൽ ഇസഡിൽ നിന്നും -4 ചെയ്യുമ്പോഴാണ് വി വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും -4 ചെയ്യുമ്പം ഉള്ളത് തന്നെ ആയിരിക്കണം ഇവിടെയും വരേണ്ടത്. പക്ഷേ ഇവിടെ എഫ് അല്ലേ വരുന്നത്. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ B+4 ആണ്. പക്ഷെ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ വേണം ഇപ്പുറത്തും കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഇസഡ് എഴുതി കഴിഞ്ഞാൽ ഇസഡിൽ നിന്ന് -4 ചെയ്യുമ്പോഴാണ് വി വരുന്നത്. അപ്പോൾ അതേപോലെ B-4 ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ എഫ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല ആൻസർ എന്തായാലും വരുന്നത്. അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എക്സും ബി, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എക്സ് അല്ലേ. അപ്പം എക്സും ബിയും കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. x-2 ആണ് ബി വരുന്നത്. PWX. അപ്പോൾ എക്സിൽ നിന്ന് -2 ചെയ്യുമ്പോഴാണ് ബി വരുന്നത്. അപ്പോൾ ഇവിടെ വരേണ്ട എന്തായിരിക്കും? ബിയിൽ നിന്ന് -2 ചെയ്യുമ്പം എന്ത് വരുന്നു അതായിരിക്കണം ഇവിടെ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ B-2 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -2 ചെയ്താൽ Z ആണ് വരുന്നത്. അപ്പോൾ ഓക്കെ ഓപ്ഷൻ. അപ്പം Z കറക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വാല്യൂസ് റിലേറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇത് ഇപ്പോൾ തന്നെ കറക്റ്റായിട്ടല്ല, നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് നോക്കാം. ഇനി അടുത്ത വന്നിരിക്കുന്നത് HE. അപ്പോൾ Hൽ നിന്നും -3 ചെയ്യുമ്പോഴാണ് E വരുന്നത്. FGH. അപ്പോൾ Hൽ നിന്ന് -3 ചെയ്യുമ്പോഴാണ് E വരുന്നത്. അതേപോലെ Nൽ നിന്ന് -3 ചെയ്യുമ്പോൾ കിട്ടുന്നതാണോ എന്നിവിടെ നോക്കാം. N-3 വരുന്നത് K അല്ലേ, LMN. ഓക്കെ, -3 ചെയ്യുമ്പം ഓക്കെ രണ്ടാമത്തതും കറക്റ്റായി. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? അടുത്ത എയിൽ നിന്ന് C ആണ് വരുന്നത്. എയിൽ നിന്നും +2 ചെയ്യുമ്പോഴാണ് C വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തതെന്ന് നോക്കാം. Wയിൽ നിന്നും +2 ചെയ്യുന്ന വാല്യൂ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അപ്പോൾ W+2 ചെയ്ത് കഴിഞ്ഞാൽ Y. അപ്പോൾ അത് നോക്കൂ, ഇതും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഈ ഓപ്ഷനിൽ നിന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്ത് നോക്കുക. എങ്ങനെ ലെഫ്റ്റ് സൈഡ് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നോ അതേപോലെ തന്നെ വേണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇപ്പുറത്ത് വരുന്ന കണ്ടീഷൻ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നോ അതേപോലെ തന്നെ വേണം ഈ കണ്ടീഷനും റിലേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡയറക്ഷൻ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. മിസ്റ്റർ വൈ സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ ആൻഡ് ഡ്രൈവ് 17 കിലോമീറ്റർ ടുവേർഡ്സ് ദ സൗത്ത്. അപ്പോൾ സൗത്ത് ഇതാണല്ലോ, സൗത്തിലേക്ക് 17 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ ഡയറക്ഷൻ ബേസ്ഡ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് ടേൺ എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ വേണം നിങ്ങൾ എടുക്കാൻ. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ. അതേപോലെ തന്നെ റൈറ്റ് ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ടേൺസ് വേണം എടുക്കാൻ. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ. അപ്പം ഈസ്റ്റിൽ നിന്ന് റൈറ്റ് ടേൺ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം എടുക്കാൻ. അതേപോലെ ലെഫ്റ്റ് ടേൺ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം പോകാൻ. അപ്പോൾ ഈ ഒരു റൂള് ഓർത്തിരിക്കുക. ഇനി നമുക്ക് വരയ്ക്കാം. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് എയിൽ നിന്നും 17 കിലോമീറ്റർ സൗത്തിലേക്ക് പോയി. ഹി ദെൻ ടേക്സ് എ ലെഫ്റ്റ് ടേൺ എന്നാണ് പറഞ്ഞത്. ആൻറ്റി ക്ലോക്ക് വൈസ് വേണം മൂവ് ചെയ്യാൻ. അപ്പം 18 കിലോമീറ്റർ ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് 18 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. ആൻഡ് ദെൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് 41 കിലോമീറ്റർ. പിന്നെ ഒരു ലെഫ്റ്റ് എടുത്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് 41 കിലോമീറ്റർ മൂവ് ചെയ്തു. And he then takes a left turn and drives 27 കിലോമീറ്റർ. പിന്നെയും ലെഫ്റ്റ് തന്നെയാണ്. അപ്പോൾ 27 കിലോമീറ്റർ മൂവ് ചെയ്തു. ഈ 18-നേക്കാട്ടിലും കൂടുതലാണല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ വെച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. He then turns left and drives 15 കിലോമീറ്റർ. പിന്നെയും ലെഫ്റ്റ് ടേൺ തന്നെയാണ് എടുത്തത്. 15 കിലോമീറ്റർ എടുത്തു. ഇവിടെ ഒരു 41 ആണെന്നുള്ളൊരു ഐഡിയ വേണം. അപ്പോൾ ഇവിടെ ഒരു 17ഉം 15, അപ്പം 32 ആയിട്ടുണ്ട്. ഇനി ഒരു 9 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാലേ ഇത് ഫുള്ളൊരു ബോക്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റൂ. അപ്പോൾ ഇതെന്തായാലും കൂട്ടിമുട്ടിയിട്ടില്ല. ഒരു ജസ്റ്റ് അതൊക്കെ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. He then takes and നമ്മളിപ്പോൾ എവിടെ എത്തി? 15 കിലോമീറ്റർ. He then takes a right turn and drives 7 കിലോമീറ്റർ. ഇപ്പോൾ ഇത്തവണ എടുത്തത് എന്താണ്? റൈറ്റ് ടേൺ ആണ്. അപ്പോൾ 7 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. He finally takes a left turn ആണ് എടുത്തത് and drives 9 കിലോമീറ്റർ and stops at point P. 9 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു ആൻഡ് പി എന്ന പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്തു. എയിൽ തുടങ്ങി പിയിൽ സ്റ്റോപ്പ് ചെയ്തു. ഹൗ ഫാർ ആൻഡ് ടുവേർഡ്സ് വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി ഡ്രൈവ് ഇൻ ഓർഡർ ടു റീച്ച് പോയിന്റ് എ അഗൈൻ? ഈ പോയിന്റ് എയിലെത്താൻ ഏത് ഡയറക്ഷനിലേക്കാണ് ആൻഡ് എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ടേൺസും 90 ഡിഗ്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാലോ പോയിന്റ് എ ഇവിടെയാണ്. അപ്പോൾ എന്തായാലും ഈസ്റ്റിലേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കാണുമല്ലോ. അപ്പോൾ 2 എണ്ണം ഉണ്ട് ഈസ്റ്റ്. അപ്പോൾ അതിലേതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ഐഡിയ വേണം. 17 41 ആവാൻ 17ൻ്റെ കൂടെ ഇനി ഒരു 24 കൂട്ടേണ്ടിയിരുന്നത്. അപ്പോൾ 15 9 കൂടെ കൂട്ടുമ്പോൾ 24 ആണെന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇവിടെ തന്നെ. അപ്പോൾ ഇനി ഡയറക്റ്റ് ഈസ്റ്റിലേക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 27 + 7, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 27 + 7 ആണല്ലോ. അപ്പോൾ 34. ആ 34ൽ നിന്നും ഈ 18 എന്നുള്ളത് അങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 14 - 8 6, 2 - 1 16. അപ്പോൾ എന്ത് കിട്ടി? 16 കിലോമീറ്റർ ടു ദ ഈസ്റ്റ്. അപ്പോൾ അതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഡയറക്ഷൻ വരയ്ക്കുമ്പം നമ്മൾക്ക് തന്നെ ഒരു ഐഡിയ വേണം കറക്റ്റായിട്ട്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അപ്പം ഇവിടെ ഇപ്പോൾ 18, അപ്പോൾ അതിനേക്കാളും കൂടുതൽ വേണം മുകളിൽ 27 വരയ്ക്കുമ്പോൾ വരയ്ക്കാൻ. അങ്ങനെയൊക്കെ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ലാസ്റ്റ് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത് ഈസ്റ്റിലേക്ക് 16 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Refer to the given number series and answer the question that follows. Counting to be done from left to right only. All numbers are single digit numbers. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ കൗണ്ടിങ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. How many such odd digits are there, each of which is immediately preceded by an odd digit and immediately followed by an even digit? അപ്പോൾ നമ്മളൊരു ഓഡ് നമ്പർ കണ്ടുപിടിക്കുക. ആ ഓഡ് നമ്പറിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഓഡ് നമ്പർ ഷുഡ് ബി പ്രിസീഡഡ് ബൈ ആൻ ഓഡ് ഡിജിറ്റ്. ആ ഓഡ് ഡിജിറ്റിന് മുന്നേ വരുന്ന നമ്പർ ഒരു ഓഡ് ഡിജിറ്റ് ആയിരിക്കണം. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന നമ്പർ ഒരു ഈവൻ ഡിജിറ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഡ് ഡിജിറ്റ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം ഈവൻ നമ്പറാണ്. അപ്പോൾ ഇതൊന്നുമല്ല. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഓഡ് ഡിജിറ്റ് ഈ 7 ആണ്. അപ്പോൾ 7ന് മുന്നേ വരുന്നത് ഓഡ് ഡിജിറ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അത് ഇവിടെ ഈവൻ നമ്പർ ആണ്. അപ്പോൾ അത് പറ്റത്തില്ല. ഇനി 3ക്ക് മുന്നേ വരുന്നത് ഒരു ഓഡ് ഡിജിറ്റ് ആണ്, 7 ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഈവൻ നമ്പർ വരണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇതും പറ്റത്തില്ല. ഇനി 5 എടുക്കുവാണെങ്കിലോ 5 ഒരു ഓഡ് ഡിജിറ്റ് ആണ്, മുന്നേ ഓഡ് ഡിജിറ്റ് ആണ്, പക്ഷെ അത് കഴിഞ്ഞ് വരുന്നതോ ഒരു ഓഡ് ഡിജിറ്റ് തന്നെയാണ്. അപ്പോൾ അതും പറ്റത്തില്ല. ഇനി നമുക്ക് 9 നോക്കാം. 9 മുന്നേ വരുന്നത് ഒരു ഓഡ് ഡിജിറ്റ് ആണല്ലോ, ആൻഡ് അത് കഴിഞ്ഞ് വരുന്നത് 8 ആണ്, അത് ഒരു ഈവൻ ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 8 എന്തായാലും ഈവൻ ഡിജിറ്റ് ആണ്, അപ്പോൾ അത് നോക്കണ്ട. ഇനി 3 ഓഡ് ഡിജിറ്റ് ആണ്, പക്ഷെ അതിന് മുന്നേ വരുന്നത് 8, അതൊരു ഈവൻ ഡിജിറ്റ് ആണ്. അപ്പോൾ അത് ഈ കണ്ടീഷൻ പറഞ്ഞത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ലല്ലോ. ഇനി നമുക്ക് 7 നോക്കാം. 7ന് മുന്നേ വരുന്നത് 3 ഓഡ് ഡിജിറ്റ് ആണ്, അത് കഴിഞ്ഞ് വരുന്നതോ ഈവൻ ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് 7, 3, 2 അടുത്തൊരു പെയർ കിട്ടി. ഇനി നമുക്ക് 6, 5 നോക്കാം. 5ന് മുന്നേ വരുന്നത് ഇവിടെ എന്താ ഈവൻ ഡിജിറ്റ് ആണ്, അപ്പോൾ അത് പറ്റത്തില്ല. ഇനി 9ന് മുന്നേ വരുന്നത് ഓഡ് ഡിജിറ്റ് തന്നെയാണ്, പക്ഷെ അത് കഴിഞ്ഞും ഓഡ് ഡിജിറ്റ് ആണ് വരുന്നത്, അപ്പോൾ അതും പറ്റത്തില്ല. ഇനി നമുക്ക് 1 നോക്കാമല്ലോ. 1 ഒരു ഓഡ് ഡിജിറ്റ് ആണല്ലോ. 1ന് മുന്നേ വരുന്നത് ഓഡ് ഡിജിറ്റ് ആണ്, അത് കഴിഞ്ഞ് വരുന്നതോ ഈവൻ ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരാളെയും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇതുവരെ 3 എണ്ണം കിട്ടി. ഇനി വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. 8 പറ്റത്തില്ല. 7ന് മുന്നേ വരുന്നത് ഈവൻ ഡിജിറ്റ് ആയിപ്പോയി, അതും പറ്റത്തില്ല. 2, 6, 9 ഓഡ് ഡിജിറ്റ് ആണ്, പക്ഷെ അതിന് മുന്നേ വരുന്ന 6 ഈവൻ ഡിജിറ്റ് ആണ്, അപ്പോൾ അത് പറ്റത്തില്ല. ഇനി 3 ആയാലോ. മുന്നേ വരുന്നത് ഓഡ് ഡിജിറ്റ് ആണ്, അത് കഴിഞ്ഞ് വരുന്നതും ഓഡ് ഡിജിറ്റ് ആണ്, അപ്പോൾ അതും പറ്റത്തില്ല. ഇനി നമുക്ക് 5 നോക്കാം. 5ന് മുന്നേ വരുന്നത് 3 ഓഡ് ഡിജിറ്റ് ആണ്, അത് കഴിഞ്ഞ് 8 ഈവൻ ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടലി എത്ര എണ്ണം കിട്ടി? 1, 2, 3, 4. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര പെയറുണ്ട്? ഓപ്ഷൻ ഡി 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Select the set in which the numbers are related in the same way as are the numbers of the following sets. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെയായിരിക്കും ഈ തന്നിരിക്കുന്ന സെറ്റും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സെയിം കണ്ടീഷൻ ഫോളോ ചെയ്ത് വരുന്ന ഈ ഓപ്ഷനിൽ നിന്നുള്ള സെറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് 39ഉം 117ഉം 13ഉം എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇവർ തമ്മിൽ റിലേഷൻ വരുന്നത്? അപ്പോൾ നമുക്ക് 39 × 2 എന്ന് പറയുമ്പോൾ 78 ആണ്. ആൻഡ് അതേപോലെ ഇപ്പം 13 × 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 39 ആണ്. ഓക്കെ, അപ്പോൾ ഈ 78ഉം 39ഉം നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 8 + 9 17, 117. അതല്ലേ 117 കിട്ടിയത്? ഇനി അതേ കണ്ടീഷൻ പോലെ തന്നെയാണോ ഈ സെറ്റും ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
48 ഇൻറ്റു 2 എത്രയാണ്? 96 ആണ്. അതേപോലെ 1 ഇൻറ്റു 3 എന്താ? 3. അപ്പം 96 പ്ലസ് 3 അല്ലേ 99. അപ്പം നമുക്ക് കണ്ടീഷൻ കിട്ടി. ഫസ്റ്റ് നമ്പറിനെ ഇൻറ്റു 2 കൊണ്ട് ചെയ്യുക, ലാസ്റ്റ് നമ്പറിനെ ഇൻറ്റു 3 കൊണ്ട് ചെയ്യുക, അതിൻ്റെ സമ്മാണ് നടുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനിൽ നോക്കാം. 27 ഇൻറ്റു 2, 27 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 54 ആണല്ലോ. അതേപോലെ ലാസ്റ്റ് നമ്പർ ഇൻറ്റു 3 അല്ലേ ചെയ്യേണ്ടത്? 21 ഇൻറ്റു 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 63. അപ്പോൾ നമുക്ക് 54 ഇൻറ്റു 63 ചെയ്യാം. 7, 5 + 6 11. അപ്പോൾ ഓപ്ഷൻ എ, ഓപ്ഷൻ എയിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഫസ്റ്റ് നമ്പറിനെ ഇൻറ്റു 2 കൊണ്ട് ചെയ്യുക, ലാസ്റ്റ് നമ്പറിനെ ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ അതിൻ്റെ സം എടുക്കുന്നതായിരിക്കും നടുക്ക് വരുന്ന നമ്പർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a certain code language, ROM is coded as 1398. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി വെക്കാം. റോമിനെ 1398 and demo is coded as 4138. and ഇതിൽ നിന്ന് വാട്ട് ഈസ് ദ കോഡ് ഫോർ ഡി ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിയുടെ കോഡാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി 138 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതല്ല എന്തായാലും വരുന്നത്. അപ്പോൾ ഇനി ഇതിൽ നിന്നും 9 or 4 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഡിയുടെ കോഡ് ഈ കിടക്കുന്ന കൂട്ടത്തിൽ നിന്നായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ഡിയുടെ കോഡ് വരുന്നത് 4 ആയിരിക്കും. ഓപ്ഷൻ ഡി 4 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും റെയിൽവേ എക്സാംസിന് വേണ്ടി വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. നമ്മളുടെ ദിശ അക്കാഡമി റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്, RRB പ്രീമിയം ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് റെയിൽവേ എക്സാംസ് റിലേറ്റഡ് സിലബസ്, കൺസെപ്റ്റ്സ്, PYQs, എക്സാം സ്ട്രാറ്റജീസ്, ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തന്ന് നിങ്ങളെ എക്സാം റെഡിയാക്കാൻ നമ്മളുടെ ഫാക്കൽറ്റീസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു 1000 rupees ഡിസ്കൗണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് 4500-ന് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. All 92 people are standing in a row facing north. അപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ 92 പീപ്പിൾ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ മഞ്ജു ഈസ് 16 ഫ്രം ലെഫ്റ്റ് എൻഡിൽ നിന്ന് 16th ആണ് മഞ്ജു നിൽക്കുന്നത്. അതേപോലെ നിഷ റൈറ്റ് എൻഡിൽ നിന്നും 9th ആണ്. ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ബിറ്റ്വീൻ മഞ്ജു ആൻഡ് നിഷ? അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ തന്നിട്ടുണ്ട് 92 ആൻഡ് 16, ഈ ലെഫ്റ്റിൽ 16 ആൻഡ് ഇവിടെ റൈറ്റിൽ 9. അപ്പോൾ ഈ മിഡിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിപ്പം ഓവർലാപ്പിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ലെഫ്റ്റ് പ്ലസ് മിഡിൽ പ്ലസ് റൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ടോട്ടൽ 92 എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ 16. അപ്പോൾ നമുക്ക് മിഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റിൽ 9, ടോട്ടൽ 92 ആണല്ലോ. അപ്പോൾ 16 + 9 എന്ന് പറയുന്നത് 25. അപ്പോൾ 25 പ്ലസ് മിഡിൽ എന്ന് പറയുന്നത് 92 ആണ്. അപ്പോൾ 92 മൈനസ് 25 ചെയ്യുമ്പം 12 - 5 7 67. നമുക്ക് ആൻസർ വരുന്നത് 67 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓവർലാപ്പിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം കൂടെ സം എടുക്കുന്നതായിരിക്കും ടോട്ടൽ വരുന്നത്.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ബ്ലഡ് റിലേഷൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എ ഈസ് ദ സൺ ഓഫ് ബി ആയിരിക്കും. അതേപോലെ എ മൈനസ് ബി എന്ന് പറയുന്നത് എ ഈസ് ദ ബ്രദർ ഓഫ് ബി ആയിരിക്കും. ആൻഡ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എ ഈസ് ദ വൈഫ് ഓഫ് ബി. ആൻഡ് എ ബൈ ബി എന്ന് പറയുന്നത് എ ഈസ് ദ ഫാദർ ഓഫ് ബി എന്നായിരിക്കും. അപ്പോൾ ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു എച്ച് ഇഫ് എസ് പ്ലസ് ഡി മൈനസ് എഫ് ഇൻറ്റു ജി ബൈ എച്ച് എന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ റിലേഷൻ വരയ്ക്കണം. എന്നിട്ട് എച്ചിൻ്റെ ആരാണ് എസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ച് വരയ്ക്കാം. അപ്പോൾ എസ് പ്ലസ് ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എസ് പ്ലസ് ഡി എന്ന് വന്നു കഴിഞ്ഞാൽ എസ് ഈസ് ദ സൺ ഓഫ് ഡി. കറക്റ്റായിട്ട് സിമ്പലൊക്കെ ഇട്ട് പോവുക. എസ് എന്ന് പറയുന്നത് സൺ ഓഫ് ഡി ആയിരിക്കും. ഇനി ഡി മൈനസ് എഫ് കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഡി ഈസ് ദ ബ്രദർ ഓഫ് ബി. ഡി എന്ന് പറയുന്നത് ബ്രദർ ഓഫ് എഫ്. എഫിൻ്റെ ബ്രദർ ആയിരിക്കും ഡി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എഫ് ഇൻറ്റു ജി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? എഫ് ഈസ് ദ വൈഫ് ഓഫ് ജി. എഫ് എന്ന് പറയുന്നത് വൈഫ് ഓഫ് ജി ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്താണ്? ജി ബൈ എച്ച് എന്ന് പറയുമ്പം ജി ഈസ് ദ ഫാദർ ഓഫ് എച്ച്. ആദ്യം വരുന്ന ആൾ ഫാദർ ഓഫ് രണ്ടാമത് വരുന്ന ആളായിരിക്കും. ജി ഈസ് ദ ഫാദർ ഓഫ് എച്ച്. ഓക്കെ ആണല്ലോ. ഇനി എച്ചിൻ്റെ ആരാണ് എസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എച്ചിൻ്റെ മദറിൻ്റെ ബ്രദറിൻ്റെ സൺ. മദേഴ്സ് ബ്രദേഴ്സ് സൺ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Refer to the following number and symbol series and answer the question that follows. Counting to be done from left to right only. All numbers are single digit numbers. All digit are single digit numbers. അപ്പോൾ ഇത് നമ്മൾ നോക്കുക. നമ്മൾ നേരത്തെ ഇതേപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. കൗണ്ടിങ് ടു ബി ഡൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓൺലി. അപ്പോൾ ഇവിടെ എന്താണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. How many such symbols are there, each of which is immediately preceded by a number and also immediately followed by another number? അപ്പോൾ നമുക്ക് നോക്കാം. സിമ്പിൾസ് ആണ്. ആ സിമ്പിൾ ഷുഡ് ബി ഫോളോഡ് ബൈ എ നമ്പർ ആൻഡ് ഓൾസോ പ്രിസീഡഡ് ബൈ എ നമ്പർ. ആ സിമ്പിളിന് മുന്നേ നമ്പർ ആയിരിക്കണം, അത് കഴിഞ്ഞ് വരുന്നതും ഒരു നമ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സിമ്പിൾ 6ഉം ഈ സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 6ഉം 8ഉം നമ്പർ ആണല്ലോ. ഇനി അടുത്ത സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 8ഉം 7ഉം നമ്പർ ആണല്ലോ. അപ്പോൾ അതും ഓക്കെ. ഇനി ഈ സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 7ഉം 3ഉം നമ്പർ ആണല്ലോ. ഇതെടുക്കുമ്പം മുന്നേ ഒരു നമ്പറാണ്, പക്ഷെ അത് കഴിഞ്ഞ് ആൽഫബറ്റാണ് വരുന്നത്. അപ്പോൾ അത് പറ്റത്തില്ല. മുന്നേ ഒരു നമ്പറാണ്, അത് കഴിഞ്ഞും ഒരു സിമ്പിളാണ് വരുന്നത്. അപ്പോൾ അതും പറ്റത്തില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതെടുത്തു കഴിഞ്ഞാലോ 9ഉം 1ഉം നമ്പറാണല്ലോ. അതേപോലെ ഇനി ഈ സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 1ഉം 7ഉം നമ്പറാണല്ലോ. ഇപ്പോൾ ടോട്ടൽ അങ്ങനെ എത്ര സിമ്പിൾസ് നമുക്ക് കിട്ടി? 1 2 3 4 5 സിമ്പിൾസ് കിട്ടി. അപ്പോൾ ഓപ്ഷൻ ബി 5 ആണ് നമ്മൾക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What will come in the place of the question mark in the following equation if plus and minus are interchanged and into and division symbols are interchanged? അപ്പോൾ നമുക്ക് ഇത് സിമ്പിൾസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഈ ഓപ്ഷനിൽ നിന്നും റൈറ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് പെട്ടെന്നങ്ങ് എഴുതി വെക്കാം. +11 ഇനി ഇൻ്റർചേഞ്ച് ചെയ്യണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 99 ഡിവിഷൻ എന്താക്കണം? മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആക്കണം. മൈനസ് പ്ലസ് ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ തന്നെ ഓർത്ത് ചെയ്തോണം.
സിമ്പിൾസ് ഇൻ്റർചേഞ്ച് ചെയ്യാനേ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് കറക്റ്റായിട്ട് മൈനസ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആകും, മൈനസ് പ്ലസ് ആകും. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി 99 × 3 ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 297 പ്ലസ് 75 156/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 78 ആണ്. ആൻഡ് പ്ലസ് 12/4 എന്ന് വെച്ചാൽ 3 ആൻഡ് 16 × 8 128 ആണ്. ആൻഡ് മൈനസ് 11. 297 75 മൈനസ് 78 ചെയ്യുമ്പോൾ -3. അപ്പോൾ -3 + 3 ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി 0 ആയി പോകും. ആൻഡ് അതേപോലെ 128 - 11 എന്ന് പറയുമ്പോൾ 117 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. 414. കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അതിനൊക്കെ നിങ്ങൾ സ്പീഡ് കൂട്ടേണ്ടതായിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർത്ത് പോകാൻ പറ്റും. സൈൻ ഇൻ്റർചേഞ്ചിങ്ങും അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഈ സെറ്റ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അതേപോലെ തന്നെ ആ സെയിം റിലേഷൻ ഫോളോ ചെയ്തായിരിക്കും ഈ സെക്കൻഡ് സെറ്റും വരുന്നിരിക്കുന്നത്. അപ്പോൾ അതേ റിലേഷൻ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് നോക്കാം. 19 39 44. 19 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? 38. ആ 38 + 1 ആണല്ലോ 39. ആ 39ൻ്റെ കൂടെ +5 ചെയ്യുമ്പോഴാണ് നമുക്ക് 44 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. 13 27 32. 13 × 2 എന്ന് പറയുമ്പം 26. അപ്പോൾ 26 + 1 27. 27 + 5 ചെയ്യുമ്പോഴാണല്ലോ 32 കിട്ടുന്നത്. അപ്പോൾ ഈ സെയിം റിലേഷൻ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. 29 × 2 58 ആണ് വരുന്നത്. 58 + 1 ആയിരുന്നു നടുക്ക് വരേണ്ടത്, പക്ഷേ ഇവിടെ 49 ആണ് വന്നത്. അപ്പോൾ അതല്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. 24 × 2 ചെയ്താൽ 48 അല്ലേ വരുന്നത്, പക്ഷേ ഇവിടെ 45 ആണ് അത് കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ അതുമല്ല. ഇനി നമുക്ക് 11 × 2 ചെയ്യാം. അപ്പോൾ 22 + 1 23. അത് കറക്റ്റാണ്. അപ്പോൾ 23 + 5 ആണല്ലോ 28. അപ്പോൾ നമുക്ക് കിട്ടി ഓപ്ഷൻ സി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണണം. എന്നാലേ നമുക്ക് ഇങ്ങനെയൊക്കെ പാറ്റേൺ ഒക്കെ ഇങ്ങനെയൊക്കെ വരാം എന്ന് നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ ഒരു ഐഡിയ വരുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Nikhil ranked 18 from the top and 36 from the bottom in his class. How many students are there in his class? അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ടോപ്പിൽ നിന്നുള്ള നിഖിലിൻ്റെ റാങ്കും പറഞ്ഞിട്ടുണ്ട്. ടോപ്പിൽ നിന്ന് വരുമ്പം നിഖിൽ 18ാമതാണ്. അതേപോലെ ബോട്ടത്തിൽ നിന്ന് വരുമ്പം നിഖിൽ 36th ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനത്തെ കേസ് വരുമ്പോൾ ഓർത്തിരിക്കുക, ടോപ്പ് പ്ലസ് ബോട്ടം റാങ്കിങ് എഴുതിയിട്ട് -1 ചെയ്യുമ്പോഴായിരിക്കും നമ്മൾക്ക് ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ ടോപ്പിൽ നിന്നുള്ള പൊസിഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ 18, ബോട്ടത്തിൽ നിന്നുള്ള പൊസിഷൻ 36 ആണ്. അപ്പോൾ അത് -1 ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 36 + 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 ആണ്. 54 - 1 ഇറ്റ് ഈസ് 53. അപ്പോൾ 53 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഒരു -1 ചെയ്യണം, അതാരും മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Each of the digits in the number 6954381 is arranged in the descending order from left to right. Which of the following digits will be third from the
റൈറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പർ നമുക്കൊന്ന് എടുത്ത് എഴുതാം. 6954381. ഇത് ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പോൾ 9 8 6 5 4 3 1. Which of the following digits will be third from the right? റൈറ്റിൽ നിന്ന് തേർഡ് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 4 ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ ഡി 4 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു സില്ലോജിസം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പറഞ്ഞിട്ടുണ്ട് നോ പിയാനോസ് ആർ ഗിത്താർസ്. അപ്പോൾ നമ്മൾ പിയാനോസ് വരയ്ക്കുക. ഒരു ബോക്സ് വരച്ചിട്ട് നോ പിയാനോസ് ആർ ഗിത്താർസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സം ഗിത്താർസ് ആർ വയലിൻ. അപ്പോൾ അതിൽ സം ഗിത്താർസ് വയലിൻ ആണ്. ഇനി ഓൾ വയലിൻസ് എന്ന് പറയുന്നത് ഡ്രമ്മാണ്. അപ്പോൾ ഫുൾ വയലിൻ ഡ്രമ്മിൻ്റെ അകത്ത് വരും. ഇപ്പോൾ ഇതിൻ്റെ ബേസിൽ കൺക്ലൂഷൻ നമുക്ക് നോക്കാം. നോ പിയാനോസ് ആർ വയലിൻസ് എന്നാണ് പറയുന്നത്. പിയാനോയും വയലിനും തമ്മിൽ ഇവിടെ ഡയറക്റ്റ് കണക്ഷൻ ഒന്നും പറയുന്നില്ല. സോ നമുക്ക് എക്സാക്ട്ലി നോ പിയാനോസ് ആർ വയലിൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഫോളോ ചെയ്യത്തില്ല. ഇനി സം ഗിത്താർസ് ആർ ഡ്രംസ് എന്നാണ് പറയുന്നത്. സം ഗിത്താർസ് ആർ ഡ്രം. സം ഗിത്താർസ് ആർ വയലിനാണ്. ആ വയലിൻ ഫുള്ളി ഡ്രമ്മിൻ്റെ അകത്താണ്. അപ്പോൾ സം ഗിത്താർസ് ആർ ഡ്രം എന്ന് നമുക്ക് പറയാം. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്താണ്, സെക്കൻഡ് കണ്ടീഷൻ കറക്റ്റാണ്, ഫസ്റ്റ് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഓൺലി കൺക്ലൂഷൻ 2 ഈസ് ട്രൂ. അപ്പോൾ അതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ വളരെ കോമൺ ആയിട്ട് റെയിൽവേ എക്സാംസിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഡേയ്സ് ഓഫ് വീക്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം. Each of P, Q, R, S, T, U and V has an exam on a different day of a week starting from Monday and ending on Sunday. അപ്പോൾ നമുക്ക് മൺഡേ ടു സൺഡേ വരെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, സൺഡേ. ഓക്കെ, അപ്പോൾ പി ക്യു ആർ എസ് ടി യു വി ഈ ഡേയ്സിൽ എല്ലാവർക്കും ഓരോ ദിവസം എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ടി ഹാസ് ആൻ എക്സാം ഓൺ ഫ്രൈഡേ. അപ്പോൾ ടിയുടെ എക്സാം വരുന്നത് ഫ്രൈഡേ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എക്സാക്ട്ലി 3 people ഹാവ് ആൻ എക്സാം ബിറ്റ്വീൻ പി ആൻഡ് യു. പി ആൻഡ് യുവിൻ്റെ ഇടയ്ക്ക് എക്സാക്ട്ലി 3 പേർക്ക് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഇവിടെ പിയും യുവും എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടുക്ക് 2 പേരേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്തായാലും എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പി ഇവിടെ എഴുതാം, യു ഇവിടെ എഴുതാം. കാരണം ഇവിടെ പറയുന്നുണ്ട് നെയ്തർ ഓഫ് ഹൂം ഹാസ് ആൻ എക്സാം ഓൺ സൺഡേ. പി യു എക്സാക്ട്ലി അവർക്കിടയിൽ 3 പേർക്ക് എക്സാം വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ 2 പേരുടെ എക്സാം സൺഡേ അല്ല വരുന്നത്. പി ആണെങ്കിലും യു ആണെങ്കിലും അവരുടെ എക്സാം വരുന്നത് സൺഡേ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി യു ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പറയാം. അതേപോലെ തന്നെ യു ടോപ്പ് വന്നിട്ട് പി ഇവിടെ വരുന്ന രീതിക്കും ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും നിങ്ങൾ എഴുതി വെക്കുക. ഇനി എസ് ഹാസ് ആൻ എക്സാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്യൂ. എസിൻ്റെ എക്സാം വരുന്നത് ക്യൂ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെയാണ് എസിൻ്റെ വരുന്നത്. സോ ക്യൂ ഇവിടെ എഴുതുവാണെങ്കിൽ എസിൻ്റെ എക്സാം അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് വി ഹാസ് ആൻ എക്സാം ഇമ്മീഡിയറ്റ്ലി ബിഫോർ യു. വിയുടെ എക്സാം വരുന്നത് യുവിൻ്റെ തൊട്ട് മുന്നേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെയാണെങ്കിൽ നമുക്ക് വി എഴുതാം. പക്ഷേ ഇവിടെയാണെങ്കിൽ വിക്ക് തൊട്ട് മുന്നേ അല്ല, യുവിന് തൊട്ട് മുന്നേ ടി അല്ലേ വരുന്നത്. സോ ഈ പോസിബിലിറ്റി എന്തായാലും വരത്തില്ലല്ലോ. അപ്പോൾ ഇതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. ഈ കണ്ടീഷൻ റോങ് ആണ്. ഈ പോസിബിലിറ്റി നമ്മൾ വരച്ചത് റോങ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ലാസ്റ്റ്
6 മാത്രമല്ല ഉള്ളൂ. സോ 6ൻ്റെ എക്സാം വരുന്നത് സൺഡേ ആയിരിക്കും. അപ്പോൾ ഹൗ മെനി പീപ്പിൾ ഹാവ് ആൻ എക്സാം ആഫ്റ്റർ എസ് കഴിഞ്ഞിട്ട് എത്ര പേർക്ക് എക്സാം വരുന്നുണ്ട്? എസ് കഴിഞ്ഞിട്ട് TPR എന്ന് വെച്ചാൽ 3 പേർക്ക്. അപ്പോൾ ഓപ്ഷൻ A 3 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സോ താങ്ക് യു. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം റീസണിങ് എക്സാംസിന് പോവുക. എന്നാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ താങ്ക് യു.